നമസ്കാരം. മോദിയുടെ വിവാദ പ്രസംഗത്തെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. എങ്ങനെയാണ് ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന് മോദി പഠിക്കണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. രാജ്യത്ത് ഒരു മതവിഭാഗത്തിൽ മാത്രമല്ല കുട്ടികൾ കൂടുന്നതെന്നും മതപരമായി വേർതിരിച്ച് ആരെയും കാണരുത് എന്നും ഖാർഗെ പറഞ്ഞു. തനിക്ക് 5 കുട്ടികളുണ്ടെന്നും അധ്വാനിച്ചാണ് അവരെ വളർത്തിയതെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടി. വോട്ടർമാരിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുന്ന മികച്ച പിന്തുണയിൽ മോദി ഭയപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയോട് സന്ധി ചെയ്യില്ല എന്ന് പറയുന്നവർ മറുവശത്ത് അഴിമതിക്കാരായവരെ പാർട്ടിയിലേക്ക് ചേർക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ. നരേന്ദ്രമോദി ഓരോ കുടുംബത്തിനും 15 ലക്ഷം രൂപ തരുമെന്നും വിദേശത്ത് കോൺഗ്രസ് നിക്ഷേപിച്ച കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്നും പറഞ്ഞു. എന്നിട്ട് എവിടെയാ പണം? അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നാണ്. എവിടെ കർഷകരുടെ ഇരട്ടിയായ വരുമാനം? ഇപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്ന്. എന്താണ് മോദിയുടെ ഗ്യാരണ്ടി? അദ്ദേഹം നടപ്പിൽ വരുത്തുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുക എന്നതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. വോട്ടർമാരിൽ നിന്ന് മികച്ച പിന്തുണയാണ് കോൺഗ്രസിന് ലഭിക്കുന്നത്. ഇത് മോദിയെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒന്നുമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മോദി നിരന്തരം പാർട്ടിയെ വിമർശിക്കുന്നത്? അഴിമതിയോട് സന്ധി ചെയ്യുകയില്ല എന്ന് പറയുകയും മറുവശത്ത് അഴിമതിക്കാരായവരെ പാർട്ടിയിലേക്ക് കൂട്ടുകയും ചെയ്യുന്നു. ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചു. മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നു എന്ന മോദിയുടെ വിവാദ പരാമർശത്തെ പരിഹസിച്ച ഖാർഗെ തനിക്ക് 5 മക്കളാണ് ഉള്ളതെന്നും അവരെ താൻ അധ്വാനിച്ചാണ് വളർത്തിയത് എന്നും ആവർത്തിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തെറ്റായിപ്പോയി. പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രം വായിക്കണം, രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ പഠിക്കണം. എന്നാൽ ജാതിയുടെ പേരിൽ ജനങ്ങളെ വേർതിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. രാജ്യത്ത് ഒരു മതവിഭാഗത്തിൽ മാത്രമല്ല കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് എന്നും ഖാർഗെ പറയുന്നു. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിക്കെതിരെയും രൂക്ഷ വിമർശനം ഖാർഗെ ഉന്നയിച്ചു. 18 വർഷം MP ആയിട്ടും രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ ഒരു ചുക്കും ചെയ്തില്ലെന്ന് ഖാർഗെ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിവാദ പ്രസംഗങ്ങൾക്കെതിരായ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ നടപടി തുടങ്ങിയിരുന്നു. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ രാജസ്ഥാനിലെ ബൻസ്വാര ഇലക്ട്രൽ ഓഫീസറോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രസംഗത്തിന്റെ ഉള്ളടക്കം എഴുതി നൽകാനും നിർദ്ദേശമുണ്ട്. കോൺഗ്രസ്, CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പരാമർശത്തിനെതിരെ പരാതി നൽകുകയും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ നടപടികൾ തുടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിദ്വേഷ പ്രസംഗത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ വിലക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. വിദ്വേഷ പ്രസംഗത്തിനെതിരെ പ്രചരണത്തിനും കോൺഗ്രസ് ഇന്നലെ തുടക്കമിട്ടു. പ്രധാനമന്ത്രി ആക്ഷേപമുന്നയിച്ച കോൺഗ്രസിന്റെ പ്രകടന പത്രിക സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു.